അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസിനികൾ, നമ്മുടെ മക്കളുടെ എക്സാമെല്ലാം അവസാനിച്ചു. 2 ദിവസം മുമ്പ് വരെ അവരെല്ലാവരും അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലും പരിശ്രമത്തിലും രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? ദുനിയാവിലെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുവാനുള്ള ഒരു പരിശ്രമം, അതിനുള്ളൊരു മാനദണ്ഡം മാത്രമാണ്. എന്നാൽ നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ എന്നുള്ളത് സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ്. ആ പരീക്ഷയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും, നമുക്ക് ലഭിക്കുന്ന ഓരോ പരീക്ഷണങ്ങളും അതിലേക്കുള്ള ചോദ്യങ്ങളാണ്. അതിലേക്കുള്ള മാർക്ക് നിർണ്ണയിക്കപ്പെടുന്നത് നാം അതിനെ എങ്ങനെയാണ് കാണുന്നത്, നാം അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്, നാം അതിനെ എങ്ങനെയാണ് പരിശോധിച്ച് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ളതിലാണ്. അപ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ടാകാം. അവിടെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരടിമയായി മാറുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പരീക്ഷയിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാൻ ചില ഓഫറുകൾ, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ചില മാർക്ക് കൂടുതലുകൾ കിട്ടും. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുമ്പോൾ മാത്രമേ അതിൻ്റേതായ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിനു വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പ്രബോധനാർത്ഥം പറഞ്ഞയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് നേരെ പോയി യുദ്ധം ചെയ്യുവാനല്ല, അവരെ അള്ളാഹിൻ്റെ മതത്തിലേക്ക്, അള്ളാഹിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുവാനാണ്. ആ ക്ഷണം സ്വീകരിച്ചാൽ അവരോട് അടുത്തത് പറയാൻ പറഞ്ഞിട്ടുള്ള നമസ്കരിക്കണമെന്നാണ്. അപ്പോൾ നമസ്കാരമാണ് ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്നിരിക്കെ നമ്മളെ പല ആളുകളും ആ വിഷയത്തിൽ അശ്രദ്ധാലുവാണ്. ഏതൊരു കടയിൽ ഓഫർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് മുന്നിട്ടോടുന്ന നമ്മൾ ഓരോരുത്തരും പല ഓഫറുകളും അതിലൂടെ നമസ്കാരത്തിലൂടെ നമുക്ക് നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അള്ളാഹുവെ മറന്നു പോകുന്ന, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന സാഹചര്യമാണുള്ളതെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹം പ്രവാചകന്മാരുടെ മക്കൾക്ക് ലഭിക്കാത്ത അള്ളാഹിൻ്റെ ദീന് ലഭിച്ചിട്ട് അതിനൊരു അവസരം ഉണ്ടായിട്ട് ആ അവസരത്തെ അതിൻ്റെതായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഷഹാദത്ത് കലിമ ഒരു താക്കോലാണെങ്കിൽ ആ താക്കോൽ അതിൻ്റെ ഉപയോഗം അത് പറയുന്ന രൂപത്തിന് എങ്ങനെയാണോ അത് ഉപയോഗിച്ചത് അതേപോലെ ഉപയോഗിക്കുമ്പോഴേ ആ താക്കോൽ അതേപോലെ നിൽക്കുള്ളൂ. അത് നമ്മൾ നമസ്കാരം, ഇസ്ലാം എന്ന ദീന നമുക്ക് കിട്ടി, പക്ഷേ നമ്മൾ ചെയ്യുന്നതോ അതിനെതിരായിട്ടാണ്. ആ താക്കോൽ കുറച്ച് ഞാൻ തുരുമ്പിടിച്ച് പോകും, അത് പൊട്ടിപ്പോകും. അപ്പോൾ ആ താക്കോലിനെ എന്നും ക്ലീനാക്കി വൃത്തിയോടെ സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. കാരണം സ്വർഗത്തിലേക്കുള്ള ഏക മാർഗത, അതിനെ ഏറെ സഹായിക്കുന്ന ഒരു കർമ്മം തന്നെയാണ് നമസ്കാരം. നമ്മുടെ ഓരോ നമസ്കാരവും മറ്റ് നമസ്കാരം വരെയുള്ള നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ കാരണമാകുന്നൊരു കർമ്മമാണ്. അത് മാത്രമല്ല, നമ്മുടെ നമസ്കാരത്തിലേക്കുള്ള ഓരോ ഷർത്തുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നാമത്തത് നിയ്യത്താണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യമായി എണ്ണിയത് ഏതാണ്? നിയ്യത്തിനെ കുറിച്ചുള്ള ഹദീസ് തന്നെയാണ്. അതുപോലെ തന്നെ നിയ്യത്ത് ശരിയായ, അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഷർത്തായിട്ടുള്ളത് ഉളുവാണ്. ഉളുവിനെ കുറിച്ച് പറയുമ്പോൾ ഉളു എടുക്കുന്ന അവയവങ്ങൾ നാളെ പരലോകത്ത് പ്രകാശപൂരിതമായിരിക്കുമെന്നും, ഉളു എടുക്കുമ്പോൾ അതിലൂടെ ഉച്ചി വീഴുന്ന ഓരോ തുള്ളിയും നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ മുഖേന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉളു എടുത്തുകൊണ്ട് അള്ളാഹിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ നമസ്കാരം എന്ന ലക്ഷ്യത്തോടു കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓരോ ചുവടുവെപ്പിനും നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുകയും നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ നമസ്കാരത്തിലേക്ക് കടന്നാൽ, ആ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അതിനെക്കുറിച്ചുള്ളൊരു ഉപമ പറഞ്ഞിട്ടുള്ളത് 5 നേരം ഒരാൾ ഒരു പുഴയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ വെച്ചോ സുബൈക്കൊന്ന് കുളിച്ചു, പിന്നെ 10 മണിക്കൊന്ന് കുളിച്ചു, 12 മണിക്കൊന്ന് കുളിച്ചു,
1 മണിക്കൊന്ന് കുളിച്ചു, 5 മണിക്കൊന്ന് കുളിച്ചു. ഇങ്ങനെയൊക്കെ കുളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു അഴുക്കും കാണാത്തതുപോലെ ഒരാൾ 5 നേരം നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, അത് മനസ്സിലാക്കിയവരാണ്, അത് ഉൾക്കൊണ്ടവരാണ് നാം ഓരോരുത്തരും. നാളെ പരലോകത്തെത്തുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ചോദ്യം നമ്മുടെ നമസ്കാരമാണ്. നമ്മുടെ ഖബറിൽ നമുക്കൊരു സുഹൃത്തായിക്കൊണ്ട് വരുന്നതും നമ്മുടെ നമസ്കാരം തന്നെയാണ്. ഏറെ എളുപ്പമായിട്ടും നമ്മളെ പല ആളുകളും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധാലുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി ലഭിച്ചത് 50 നേരത്തെ നമസ്കാരമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മനുഷ്യർക്ക് സാധിക്കൂല, അള്ളാഹിനോട് പോയി കണ്ട് ഒന്ന് കുറപ്പിച്ചോളാം. അങ്ങനെ കുറച്ച് 5 നേരത്തെ നമസ്കാരം നമുക്ക് നിർബന്ധമാക്കി. ഈ 5 നേരം നാം നമസ്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നുള്ളത് 50 നേരത്തെ നമസ്കാരത്തിൻ്റെ കൂലിയാണ്. എന്നാൽ റമദാനിൽ നമ്മൾ കണ്ടിരുന്ന പല ആളുകളും ഇപ്പോൾ പള്ളികളിലില്ല. അവർക്ക് നമസ്കരിക്കാൻ സമയമില്ല, സാഹചര്യങ്ങൾ ഒക്കുന്നില്ല. ഈ അവസ്ഥയാണോ നമുക്കുള്ളതെങ്കിൽ, ഈ സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നമസ്കാരത്തിൻ്റെ വേളയിൽ നമ്മുടെ കൈകൾ പറയും, ഓനോ ഇവില്ല, എൻ്റെ കൈന് സമയമില്ലേനു. അവൻ്റെ കാലുകൾ പറയും, എനിക്ക് സമയമില്ല. ഈ സാഹചര്യമാണോ ഉണ്ടാവുക? അതല്ല, ഞങ്ങൾക്ക് പറയാൻ സാധിക്കണം, റബ്ബേ 5 നേരത്തെ നമസ്കാരം അതിൻ്റെ പൂർണ്ണതയിൽ നമസ്കരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി എന്തൊക്കെ പഠിപ്പിച്ചോ, എന്തൊക്കെ ഓഫറുകൾ അള്ളാഹിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ ഓഫറുകളെല്ലാം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ വെറുതെ നമസ്കരിക്കാനുള്ളതല്ല, നമ്മളെ ഫർള് നമസ്കാരങ്ങളിലെ പോരായ്മകൾ ഇല്ലായ്മ ചെയ്യുവാനുള്ളതാണ്. തഹജ്ജുദിന്റെ നമസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹ് വന്നാണ് ഇങ്ങോട്ട് ചോദിക്കുക, പ്രഖ്യാപിക്കുക, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം, നിങ്ങൾ എന്നോട് പാപമോചനം തേടി ഞാൻ പാപമോചനം പുറത്ത് നൽകാമെന്ന് അള്ളാഹ് ഓഫർ ചെയ്യുമ്പോൾ പല നമസ്കാരങ്ങൾക്കും അതിൻ്റെതായ കൂലികൾ, ഹജ്ജിൻ്റെ വരെ കൂലി കിട്ടുന്ന നമസ്കാരങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആ നമസ്കാരമുണ്ട്? നമസ്കരിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കവാടത്തിലൂടെ പോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമസ്കാരത്തിലെ സുജൂദ് എന്ന കർമ്മം, ആ കർമ്മത്തിൽ അള്ളാഹിനോട് ഏറ്റവും അടുത്തിക്കുന്ന സമയമാണ്. അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. നമസ്കാരം എന്നുള്ളത് നമുക്കും കിബിലക്കും ഇടയിലുള്ള അള്ളാഹിനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ നമസ്കാരത്തിൽ നാം അള്ളാഹിനോടാണ് സംസാരിക്കുന്നത്. ആ നമസ്കാരം നമ്മൾ അള്ളാഹിന് മുമ്പിൽ നിൽക്കുമ്പോൾ വീട്ടിൽ ഇട്ടിട്ടുള്ള വസ്ത്രം അതുപോലെ ഇട്ടുകൊണ്ടാണോ, അതോ നമ്മൾ അങ്ങാടിയിലേക്കും മറ്റും പോകുമ്പോൾ ചെറുക്കായി സുന്ദരനായി സുന്ദരിയായി പോകുന്ന നമ്മൾ അള്ളാഹിന് മുമ്പിലെത്തുമ്പോൾ കീറി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ ഖുശൂവോടെ ഖാശിയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് ഈ വിശ്വാസികൾ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തി ഉള്ളവരാണ്. എത്രത്തോളം നമുക്ക് നമ്മുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രധാന വിഷയമായിട്ടുള്ള നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പിറകിലാണെങ്കിൽ നമ്മുടെ സാഹചര്യം, നമ്മുടെ അവസ്ഥ എവിടെയാണ് നിലകൊള്ളുന്നത്? ഇനിയും പല ഓഫറുകൾ അല്ലാഹ് വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെ ഓഫറുകൾ അല്ലാഹ് നമുക്ക് തന്നിട്ടും ആ നമസ്കാരം നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ റബ്ബിന് മുമ്പിൽ നമുക്ക് എന്താണ് മറുപടി പറയാൻ കഴിയുക? നമ്മുടെ മക്കൾക്ക് മാതൃക നമ്മളാണല്ലോ. നമ്മൾ തന്നെ നമസ്കാരത്തിൽ അശ്രദ്ധാലുക്കളാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നമസ്കരിക്കുന്നില്ല, അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന പരാതികൾ ആരോടാ പറയാ? നമ്മളാണ് അവരുടെ മാതൃക. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരലോകം കാത്തു സംരക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമസ്കാരം വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുവാൻ വേണ്ടി
നമസ്കാരം അവരുടെ അടയാളമാണെങ്കിൽ ആ അടയാളം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.